اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله وصحبه وسلم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസ്സനി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ദഖായിഖുൽ ഹഖായിഖിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ അധ്യായത്തിൻ്റെ ഹെഡിങ് തന്നെ സുൽത്താനുൽ ഹവ എന്നാണ്, പ്രണയത്തിൻ്റെ സുൽത്താൻ. ആ പേരിൽ തന്നെ എന്താണ് ഇതിൽ പറയാൻ പോകുന്നത് എന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാവും. ബറാഅത്തുൽ ഇസ്തിഹ്ലാൽ എന്നൊക്കെ നമ്മൾ പണ്ഡിതന്മാർ പറയലുണ്ട്. ഇനി വരാൻ പോകുന്ന വിഷയങ്ങളിലേക്കുള്ളൊരു സിഗ്നൽ ഏതിൽ കിട്ടും? ഹെഡിങ്ങിൽ തന്നെ കിട്ടും. സുൽത്താനുൽ ഹവ, പ്രണയത്തിൻ്റെ സുൽത്താൻ. പ്രണയമെന്ന് പറയുമ്പോൾ ലോകത്ത് ഇന്ന് ഇങ്ങനെ ഒരു അന്തരീക്ഷം തന്നെ നിലനിൽക്കാൻ കാരണം പ്രണയമാണ്. നമ്മളെ നിലനിൽപ്പ് പോലും എന്താണ്? പ്രണയമാണ്. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു പ്രണയമാണ് ഈ ലോകം തന്നെ ഉണ്ടാകാൻ കാരണം. കുന്തു കൻസം മഖ്ഫിയ, അല്ലേ? ഞാനൊരു മറയപ്പെട്ട നിധിയായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഒരു സൃഷ്ടിപ്പിനെ ഞാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടത്തിലാണ് എന്തുണ്ടാകുന്നത്? ഈ ലോകത്തിൻ്റെ സംവിധാനം തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും മൂല കാരണം എന്താണ്? പ്രണയമാണ്. സത്യത്തിൽ യഥാർത്ഥത്തിലുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ ഇലാഹാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടിമകളിൽ പൂർണ്ണമായ സംതൃപ്തി വന്നതിന് ശേഷം ഖാസായ നിലക്ക് തൻ്റെ അടിമകളോട് ഒരു പ്രണയമുണ്ട്. ആദ്യമേ പ്രണയമുണ്ട്. അത് മുസ്ലിം ആവട്ടെ കാഫിറാവട്ടെ ഏത് മനുഷ്യന്മാരിലും അള്ളാഹുവിൻ്റെ പ്രണയമുണ്ട്. പക്ഷെ ഖാസായ ഒരു പ്രണയം, അതിനെക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസ്സനി റളിയല്ലാഹു അൻഹു നമ്മോട് പറഞ്ഞു വെക്കുന്നത്. മൻ നളറല്ലാഹു ഇലൈഹി നളറ, മൻ ഒരുത്തൻ, നളറല്ലാഹു അല്ലാഹു തആല നോക്കി, ഇലൈഹി അവനിലേക്ക്, നളറത്തൻ ഒരൊറ്റ നോട്ടം, ഒരു പ്രണയത്തിൻ്റെ നോട്ടം നോക്കിയാൽ, വഖഅതു ലഹു മിൻഹാ സക്ര, ആ നോട്ടത്തിനാൽ അവൻ ഉന്മാദത്തിലായിത്തീരുന്നു. നോട്ടത്തിനാൽ അവന് ഉന്മാദത്തിലായിത്തീരുന്നു. നമ്മളൊക്കെ ഒരു സ്ത്രീയുടെ പിന്നാലെ അവൾ എന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പിന്നാലെ നടന്ന് അവസാനം അവരുടെ ഒരു നോട്ടം നമ്മളിലേക്ക് വരുമ്പോൾ, ഒരു പുഞ്ചിരിയോടുകൂടെയുള്ളൊരു നോട്ടം നമ്മിലേക്ക് വരുമ്പോൾ, ആ ദുന്യവിയായ പ്രേമത്തിന് പോലും ഒരു മനുഷ്യനെ പലതുമാക്കാൻ കഴിയും. അല്ലേ? അങ്ങനത്തെ ഒരുപാട് കഥകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. അൽ മഹബ്ബത്തു അഅമ എന്നാണ്. സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ കണ്ണിനെ കുരുടനാക്കും. അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മക്ക ഖുറൈശികളാകുന്ന ആൾക്കാർ പറഞ്ഞു, 7 മണിക്കൂർ കൊണ്ട്, ഒരു രാത്രി കൊണ്ട് മുഹമ്മദ് 7 ആകാശവും സിദ്റത്തുൽ മുന്തയും എല്ലാം കടന്നിട്ട് ദൈവത്തിനെ കണ്ടുവന്നു ഉത്തരയെന്ന് പറഞ്ഞപ്പോൾ അവിടെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞുകൊണ്ടെങ്കിൽ അത് ക്ലിയർ ആണ്. അതാണ് പ്രണയം എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂല് പറഞ്ഞാൽ പിന്നെന്താണ്? അതിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, നോട്ടല്ല. ഒരു യുദ്ധവേളയിൽ നിന്റെ മകൻ മരണപ്പെട്ടു, നിന്റെ മക്കളൊക്കെ മരണപ്പെട്ടു, നിന്റെ ഭർത്താവ് മരണപ്പെട്ടു,
എന്ന് ആ പെണ്ണിനോട് പറയുമ്പോൾ പോലും ആ പെണ്ണിനക്ക് യാതൊരു എന്തില്ല, ചാപ്പല്യവുമില്ല. എൻ്റെ റസൂലിന് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദ്യം. അത് ഒരു ഷഗഫ് എന്നാണ് ആ മഹബത്തിന് പറയാം. ഹൃദയത്തിൽ വേരൂന്നിയ പ്രണയമാണ്. അതിനെ പറിക്കാൻ ഒരാൾക്കും എന്ത് ചെയ്യില്ല, കഴിയില്ല. നമ്മളൊരു സാധനം പറിക്കുമ്പോൾ വേരില്ലാത്തൊരു സാധനം സുഖമായിട്ട് പറയും. വേര് പൊടിച്ചൊരു സാധനം പറിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ്. നമ്മൾ പറയും JCB കൊണ്ടിട്ടെ അല്ലേ. അൽ മഹബത്തു ആമ എന്നാണ്. പ്രണയം ഒരു മനുഷ്യന്റെ കണ്ണിനെന്ത് ചെയ്യും, കുരുടനാക്കും. അപ്പോ താൽക്കാലിക ദുനിയാവിലുള്ള സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം തന്നെ ഒരു മനുഷ്യന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പെട്ടെന്ന് തൻ്റെ കാമുകിയായ ഒരു സ്ത്രീ ഞാൻ നിന്നെ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഞെട്ടലിൽ ജീവിതകാലം മുഴുവൻ കടപ്പിലായ എത്രയോ ആണുങ്ങളുണ്ട്. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കാമുകൻ പറയലോടുകൂടെ കാമുകിയുടെ മനസ്സ് ഭ്രാന്തമായൊരവസ്ഥയിലേക്കായ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് ഒരു സൃഷ്ടിയെ തമ്മിൽ സ്നേഹിക്കുന്നതിൻ്റെ കഥയല്ല പറയണത്. സൃഷ്ടിയുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രണയം ഇട്ടുതരുന്നൊരു കഥയാണ്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ തിജാനി തങ്ങൾ പറയാണ്, അള്ളാഹുവിൻ്റെ പ്രണയത്തിൻ്റെ ഒരു നോട്ടം അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നാൽ വകഅതലഹു മിൻഹാ സക്ര, പിന്നെ അവൻ ഉന്മാദത്തിലാണ്. ഉന്മാദം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യരുത്, നമ്മൾ അനുമാനിക്കരുത് ഇങ്ങനെയാണെന്നുള്ളത്. അതിനേക്കാൾ എത്രയോ മുകളിലാണ്. അതിനേക്കാൾ എത്രയോ മുകളിലാണ് ഈ പ്രണയത്തിന്റെ കഥ. ഇത് ഖാലിഖാകുന്ന ആള് മഖ്ലൂക്ക് പ്രണയിക്കുന്നതിന്റെ കഥയാണ്. അതായത് അള്ളാഹുവിന്റെ പ്രണയം നമ്മിലേക്ക് വരുമ്പോൾ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു പ്രണയത്തിന്റെ കഥ ഉണ്ട്. അത് പിന്നെ വല്ലാത്തൊരു ഉന്മാദത്തിന്റെ ലഹരിയിലാണ്. വആശ ഖുലൂദൻ ബിലാ മൗത്ത്, അതോടുകൂടെ വആശ അവൻ ജീവിച്ചു ഖുലൂദൻ ബിലാ മൗത്ത്, അവനക്ക് പിന്നെ ശാശ്വതമായ ജീവിതമാണ്. കാരണം എന്താണ്? അല്ലാഹു തആല ഈ ലോകത്തിന് ഒരു പ്രണയത്തിൽ നിന്ന് ഉണ്ടാക്കിയത് അല്ലേ, ഒരു പ്രണയത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. ആ പ്രണയം ഒരു മനുഷ്യന്റെ ഹൃദയത്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതം എന്താണ്? ശാശ്വതമാണ്. വമൻ നഫദ ഉംറുഹു, ഒരാളുടെ ആയുസ് തീർന്നുപോയി. എത്രത്തിൽ ലം യദുഖ് തിൽക സക്ര, ആ ഉന്മാദത്തിനെ ഒരിക്കൽ പോലും രുചിക്കാൻ അവനക്ക് എന്ത് ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ഒരു അടിമയുടെ ഹൃദയത്തിലേക്ക് നോക്കിയ ആ നോട്ടത്തിനാൽ കിട്ടിയ ആ പ്രണയം ഉണ്ടല്ലോ, അതൊരു മനുഷ്യൻ എന്ത് ചെയ്തില്ല, രുചിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ ഫഹുവ ജസദും ബിലാ റൂഹ്, അവൻ ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. സത്യത്തിൽ ആളെ കോലുണ്ട്, പക്ഷെ അള്ളാന്റെ പ്രണയം തട്ടാത്ത കൽബാണ് എനിക്കുള്ളത്. യഗ്ദു വയറൂഹു കൽ ജസദിൽ മത്റൂഹ്, അവൻ പ്രഭാതത്തിലാകുന്നു, വൈകുന്നേരത്തിലാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. പക്ഷെ അവൻ ആരാണ്? കൽ ജസദിൽ മത്റൂഹ്, ജഡം പോലത്തെ ശരീരമാണ് അവൻ. ജഡം പോലത്തെ ശരീരമാണ് അവനുള്ളത്. സത്യത്തിൽ അവൻ ജനങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്, നല്ല വസ്ത്രമിട്ട് നടക്കുന്നുണ്ട്, അത്തറ് പൂശുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ആരെ പോലെയാണ്? കൽ ജസദിൽ മത്റൂഹ്. ഒരു ജഡങ്ങനെ നടന്നു പോകുന്നു എന്നതിനെ അവരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഒരു ജഡങ്ങനെ നടന്നു പോകുന്നു. അതല്ലേ ബഹുമാനപ്പെട്ട തുണിയെടുക്കാത്ത ഔലിയ എന്ന് പറയുന്നൊരു മഹാൻ ഉണ്ടായിരുന്നല്ലോ. മൂപ്പര് ഡ്രസ്സ് ധരിക്കൂല. എന്താ പറയാൻ കാരണം? മനുഷ്യന്മാരാരുമില്ല. ആ സമയത്താണ് കാരക്കാട് മാനമുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ അതിലൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേഗം പോയി മൂപ്പര് ഡ്രസ്സ് ധരിച്ചു. ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അതേതാണ്? ആത്മാവുള്ള മനുഷ്യനാണ്. ആത്മാവുള്ള മനുഷ്യനാണ്. മറ്റുള്ളവർ ഹൃദയത്തിൽ അള്ളാന്റെ പ്രണയം കയറിയിട്ടില്ല. പ്രണയം കയറാത്ത ഹൃദയം ഓലെങ്ങനെയാണ് അതിനെ കരുതുന്നത്? ആത്മാവില്ലാതെ ഒരു ചത്ത ശരീരം പോലെയാണ് അവനെ കരുതുന്നത്. ഓല അതിനൊന്നും എന്ത് ചെയ്യണില്ല, ഒരു വിഷയാക്കണില്ല, ഒരു മനുഷ്യന്മാരെ ഗണത്തിലെ അവർ പെടുത്തണില്ല. അർ-റൂഹു, ആത്മാവ് എന്ന് പറയുന്നത് ഹിയത്ത് മഹല്ലു തജല്ലിൽ അവ്വലി ബിൽ ഹുബ്, ആദ്യ പ്രണയം ഇറങ്ങുന്നത് ഒരു മനുഷ്യന്റെ ആത്മാവിലാണ്. ആത്മാവിലാണ് അള്ളാഹുവിന്റെ തജല്ലിയാത്തുകളാകുന്ന പ്രണയം ആത്മാവിലാണ് ഇറങ്ങുന്നത്. തുമ്മ യതുലുബുൽ ഖൽബു, പിന്നെ കൽബ് ആവശ്യപ്പെടും. ഹല്ലഹു, ഈ കൽബിന്റെ ഓഹരിയെ മിൻ ഹാദൽ ഹുബ്ബി അൻവാറ, ഈ പ്രകാശങ്ങളാകുന്ന മഹബത്തിന്റെ കിരണങ്ങളുണ്ടല്ലോ, അത് ആത്മാവിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോക്കാണ്,
അതവിടെ സ്റ്റോക്ക്, അത് അവിടെ ഗോഡൗണാണ്, അള്ളാഹുവിൻ്റെ പ്രണയത്തിൻ്റെ ഗോഡൗണാണ്. അപ്പോൾ ഹൃദയം ചോദിക്കും, എനിക്ക് കുറച്ച് തരൂ. കാരണം എന്താ? ഇറങ്ങണത് ആത്മാവിലേക്കാണ്, വേറെ ഉടുക്കും ഇറങ്ങൂല. ആത്മാവിലേക്ക് പ്രണയം ഇറങ്ങിയിട്ട് ഹൃദയം ചോദിക്കാണ്, എനിക്കെൻ്റെ ഓഹരി എനിക്ക് തരുമോ. അങ്ങനെ എന്ത് ചെയ്യും? തുമ്മ തസീറു ജമീഉൽ ജവാരി. കൽബ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ചോദിച്ചാൽ ധൈര്യം. തുമ്മ തസീറു ജമീഉൽ ജവാരിഹി, പിന്നെ എല്ലാ അവയവങ്ങളും തത്ലുബു ആവശ്യപ്പെടും ഹല്ലഹ മിനൽ ഖൽബ്, റൂഹിനോട് നേരിട്ട് കാര്യങ്ങൾ നടത്താനും മുഷാവറ ചെയ്യാനുമുള്ള എന്തില്ല കരുത്ത് ആർക്കില്ല? മറ്റു ശരീരങ്ങൾക്കില്ല, അവയവങ്ങൾക്കില്ല. അപ്പൊ ആത്മാവിന്ന് പ്രണയത്തിന്റെ, അള്ളാഹുവിന്റെ പ്രണയത്തിന്റെ ഒരു ഓഹരി കൽബ് മേടിച്ചു കഴിഞ്ഞാൽ ആ കൽബിൽ നിന്ന് കുറച്ച്, കണ്ണ് എനിക്ക് കുറച്ച് തരും, കാത് എനിക്ക് കുറച്ച് തരും, കയ്യ് എനിക്ക് കുറച്ച് തരും. പിന്നെ ഓരോ അവയവങ്ങളും ആ പ്രണയത്തിന്റെ ഓഹരി ആരോട് ചോദിക്കും? ഹൃദയത്തിനോട് ചോദിക്കും. അങ്ങനെ ഹൃദയം എന്ത് ചെയ്യും? അതിങ്ങനെ കൊടുക്കും. വലമ്മാ തജല്ലത് ലിൽ ഖുലൂബി തസാഹമത് അലാ ഹുസ്നിഹാ ലിൽ ആശിഖീന മതാമിഉ. വലമ്മാ തജല്ലത് ലിൽ ഖുലൂബി, ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ തജല്ലിയാകുന്ന പ്രണയം ഇറങ്ങിക്കഴിഞ്ഞാൽ തസാഹമത്, തിക്കും തിരക്കും കൂട്ടും, തിക്കും തിരക്കും കൂട്ടും. അലാ ഹുസ്നിഹ, ആ സൗന്ദര്യം കിട്ടാൻ വേണ്ടിയിട്ട് ലിൽ ആശിഖീന മതാമിഉ, അത് കൊതിക്കുന്ന പ്രണയാത്മാക്കളാകുന്ന ആൾക്കാരില്ലേ, അവരതിനു വേണ്ടി തിക്കും തിരക്കും കൂട്ടും എന്നൊരു കവി പറയണം. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു ആ ഒരു കവിതയുടെ ശകലം ഇവിടെ എടുത്ത് എഴുതുകയാണ്. വലമ്മാ തജല്ലത് ലിൽ ഖുലൂബി തസാഹമത് അലാ ഹുസ്നിഹാ ലിൽ ആശിഖീന മതാമിഉ. നമുക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ നമുക്കൊന്നൊരു ഉന്മാദം വരുന്നില്ല, നമുക്കൊന്നും ഒരു എന്ത് ചെയ്യുന്നില്ല, ഒരു വല്ലാത്ത സന്തോഷം വരാത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനത്തെ ഒരു പ്രണയം വരാത്തത് കൊണ്ടാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെങ്കിലും നിൽക്കുമോ? അല്ലേ? ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു വലിയ ഉസ്താദായിരുന്നില്ല അദ്ദേഹം. 100 കണക്കിന് ഗ്രന്ഥങ്ങൾക്കിടയിൽ ശിഷ്യന്മാരെ കൂടെ ഇരിക്കാൻ ആര്? സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. ആ സമയത്താണ് ശംസുദ്ദീൻ തബ്രീസി എന്ന് പറയുന്ന മഹാൻ വരുന്നത്. ഇങ്ങോട്ട് വന്നതാണ്. എന്താ വരാൻ കാരണം? ശംസുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു തന്റെ ശൈഖിനോട് ചോദിച്ചു, എന്റെ പ്രണയത്തിന്റെ മഹാസാഗരം അത് ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു കൽബുകളെയും ഞാൻ കാണുന്നില്ലല്ലോ. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശൈഖ് അബൂബക്കർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, അതിന് പറ്റിയ കൽബുള്ള ഒരാളുണ്ട് കുനിയ എന്ന് പറയുന്ന സ്ഥലത്ത്. നിങ്ങൾ അദ്ദേഹത്തെ പോയി കാണുക. അദ്ദേഹത്തിന് നിങ്ങളെ പ്രണയത്തിന്റെ മഹാസാഗരം ഏറ്റുവാങ്ങാനുള്ള കഴിവുള്ളവനാണ്. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു തന്റെ പ്രണയസാഗരത്തിന്റെ എല്ലാം ഇറക്കി വെക്കാൻ വേണ്ടി അയാളങ്ങനെ അന്വേഷിച്ച് അവസാനം എത്തിപ്പെട്ടു ആരുടെ മുമ്പിൽ? സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം എന്താ? തന്റെ പ്രണയസാഗരം ഇറക്കി വെക്കാൻ പറ്റുന്ന ഹൃദയം ദുനിയാവിന്റെ വിഷയങ്ങളുമായി ഇങ്ങനെ കെട്ടുപാടിൽ ഇങ്ങനെ പണിഞ്ഞു നിൽക്കുകയാണ്. അപ്പോ ഇതിലേക്ക് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കിതാബുകളൊക്കെ കൊണ്ടുപോയി വള്ളത്തിലാണ് കൊണ്ടുപോയിട്ട്, കിതാബുകളൊക്കെ കൊണ്ടുപോയി വള്ളത്തിൽ കൊണ്ടുപോയിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ എത്ര കാലത്തെ അധ്വാനങ്ങളാണ് നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞത്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ തബ്രീസി റളിയല്ലാഹു അൻഹു ആ കിതാബും കെട്ടൊക്കെ എടുത്തു കൊടുത്തു. ആ കിതാബും കെട്ടിന്റെ മഷികൾക്ക് പോലും ചട്ടകൾക്ക് പോലും ഒരു നനവ് സംഭവിച്ചിട്ടില്ല. ആ സമയത്ത് ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതെന്താണ്? ഇത് നിങ്ങളുടെ കാലയും കീലയുമാണെങ്കിൽ ഇതെന്റെ ഹാലും ഹീലുമാണ്. അള്ളാഹുവിന്റെ പ്രണയം കിട്ടിയ ആളുകൾക്ക് അള്ളാഹു എല്ലാം ഒരുക്കി കൊടുക്കും. അതോടുകൂടെ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ ഒഴിവാക്കുകയാണ്. അല്ലേ? 6 മാസത്തോളം ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു ശംസുദ്ദീൻ തബ്രീസിയുടെ റൂമിൽ നിന്ന് ഇറങ്ങിയില്ല പുറത്തേക്കുന്നതാണ്. ആ പ്രണയത്തിന്റെ ആ തീച്ചൂളയിൽ 2 ആളും കഴിഞ്ഞുപോയി. 1 മാസത്തോളം ഭക്ഷണം കഴിക്കാൻ തന്നെ അവർ മറന്നുപോയിന്ന. എന്താണ്? അള്ളാഹുവിന്റെ തജല്ലിയാത്ത്, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്, അത് മറ്റൊരു ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന സമയമാണ്. അല്ലേ?
അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാന് തങ്ങളോട് പറഞ്ഞു, എല്ലാം നൽകിയിട്ട് പറഞ്ഞു, അലി ഞാൻ നിന്നിൽ നിന്നും നീ എന്നിൽ നിന്നുമാണ്. അതോടുകൂടെ അലിയാന് തങ്ങൾ ഉന്മാദ ലഹരിയിലായി. അങ്ങനെയാണ് എന്താണ് റഖ്സി എന്ന് പറയുന്ന സംഭവം ലോകത്തുണ്ടാകുന്നത്. ആ ഒരു പ്രണയത്തിന്റെ അവസ്ഥയിൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു അറിയാതെ നൃത്തം ചെയ്തു എന്ന് കിതാബുകളിൽ കാണാൻ കഴിയും. മനസ്സിലാവണ്ടോ? അപ്പോ ആ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന്റെ തജല്ലിയാത്ത് ഇറങ്ങുമ്പോ കണ്ണ് പറയണം എനിക്കാ ഒരു കാട്ട്, കാത് പറയണം എനിക്കിന്റെ ഒരു കാട്ട്, കൈ പറയണം എനിക്കിന്റെ ഒരു കാട്ട്. അങ്ങനെ ഓരോ ആളുകൾ അവരെ ഓഹരികൾ ഇങ്ങനെ സ്വീകരിക്കും. അപ്പോ റൂഹിലേക്ക് അള്ളാഹുവിന്റെ പ്രണയമിറങ്ങി, കൽബ് അത് ഏറ്റുവാങ്ങി. കൽബാണ് ഭരണസ്ഥലം. അവിടുന്നാണ് പിന്നെ എല്ലാവരിലേക്കും പ്രണയം എന്ത് ചെയ്യുക, ഇങ്ങനെ കൈമാറുക. ആ പ്രണയം ഒരാളെ കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണിന് ഉറക്കല്ല. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു. അള്ളാഹനെ സ്നേഹിക്കുന്ന ആളുകൾ എങ്ങനെയാ ഉറങ്ങുന്നത് അല്ലെ? വകുല്ലു നൗബിൻ അലൽ മുഹിബ്ബി ഹറാം. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളിൽ ഉറക്കം ഹറാമാണ്. അപ്പോ കണ്ണിലേക്ക് ആ പ്രണയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് എന്തില്ല, ഉറക്കല്ല. കാലങ്ങളോളം നളവേറും മീശാത്തോ ൂതോരോലുവാലെ 40 സുബിഹി തോളൂതോവർ. 40 കൊല്ലം ഗൗസുല്ലാദം ഉറങ്ങിയിട്ടില്ല. അജ്മീർ ഖാജ 70 കൊല്ലം എന്തില്ല. കാരണം ആ പ്രണയം കണ്ണിലേക്ക് എത്തി കഴിഞ്ഞാൽ പിന്നെ കണ്ണിന് ഉറക്കല്ല. സയ്യിദി ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു ഉറങ്ങാതെ കണ്ണിലാകെ പൂപ്പല് വന്നു, കണ്ണിലാകെ കേട് വന്നു, രക്തം വരാൻ തുടങ്ങിയപ്പോ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെ കണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങളെ ആത്മാവ് പോലും നിങ്ങളിന്ന് പോകാൻ സാധ്യതയുണ്ട്, മരണം പോലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ജുനൈദുൽ ബഗ്ദാദി ഇറങ്ങിയോ? ഇല്ല. ജുനൈദുൽ ബഗ്ദാദി ഉറങ്ങാതെ പിന്നെയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ ഉന്മാദ ലഹരിയിൽ പ്രണയത്തിന്റെ കവിതകൾ ഇങ്ങനെ ചെല്ലുകയാണ്. പിറ്റേസം രാവിലെ എല്ലാവരും വന്നു നോക്കുമ്പോൾ ജുനൈദുൽ ബഗ്ദാദി തങ്ങളെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നിട്ട് കണ്ണിൽ നിന്ന് തടഞ്ഞു തന്ന്. മനസ്സിലാവണ്ട. ഫർറൂഹു ആത്മാവാണ് വഹ്ദഹാഹി അല്ലതി തസ്മഉ അൽഹാനൽ ഖുലൂദ്. ശാശ്വതത്തിന്റെ ഈണം കേൾക്കുന്നത് ആര് മാത്രമാണ്? ശാശ്വതത്തിന്റെ ഒരു ഈണം അത് കേൾക്കുന്നത് ആര് മാത്രമാണ്? റൂഹ് മാത്രമാണ്. അതോടുകൂടെ ഫയുക്തബു ലഹു സുഊദ്. അള്ളാഹുവിന്റെ പ്രണയം ഒരു മനുഷ്യന്റെ ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ വിജയികളിൽ എന്ത് ചെയ്യാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ്. ഫർറൂഹു ആത്മാവെന്ന് പറയുന്നത് ഹിയ മിർആതു നൂരില്ലാഹി തആല. അള്ളാഹുവിന്റെ നൂറിന്റെ കണ്ണാടിയാണ് ശരിക്കും എന്ത്? ഒരു മനുഷ്യന്റെ ആത്മാവ്. അള്ളാഹുവിന്റെ നൂറിന്റെ കണ്ണാടിയാണ് ഒരു മനുഷ്യന്റെ ആത്മാവ്. ഏതുപോലെ? കമൽ ഖമറുൽ ശംസ്, സൂര്യനിക്ക് ചന്ദ്രനെ പോലെ. ചന്ദ്രനിക്ക് സ്വന്തമായി പ്രകാശമുണ്ടോ? ഇല്ല. എവിടുന്ന് കിട്ടുന്ന പ്രകാശമാണത്? സൂര്യനിൽ നിന്ന് കിട്ടുന്ന പ്രകാശമാണ്. അതേപോലെ നമ്മുടെ ആത്മാവിനിക്ക് സ്വന്തമായി പ്രകാശമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശം നമുക്ക് അടിച്ചു തരികയാണ്. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുണ്ടോ? ആദ്യം സൂര്യനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനാകുന്ന നമ്മുടെ ആത്മാവിലേക്ക് എന്ത് ചെയ്യാണ്? വെളിച്ചം തരികയാണ്. അപ്പൊ പിന്നെ ആ വെളിച്ചം കൊണ്ടാ പിന്നെ മനുഷ്യന്മാര് കാണും. ഇതിന്റെ ഹക്ക് ഏതാണ്? ചന്ദ്രന് നമ്മൾ കാണുന്ന വെളിച്ചല്ലേ, അതിന്റെ ഹക്കീക്കത്തും വെളിച്ചം എവിടുന്ന? സൂര്യനിൽ നിന്നാണ്. എന്നതുപോലെ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ ആ ഒരു പ്രകാശം അത് അള്ളാഹുവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഒരു മനുഷ്യനിലേക്ക് വന്നു ചേരും. അത് എന്നിട്ട് അവിടെ അവസാനം ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങൾ പറയാണ്, അങ്ങനെ ആ പ്രണയം നിങ്ങൾ സ്വീകരിച്ചാൽ ഫമൻ വജദല്ലാഹ, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ എത്തിച്ചാൽ ഫഖദ് വജദ കുല്ല ശൈഇൻ, നിങ്ങൾ എല്ലാ വസ്തുക്കളെയും എത്തി. പിന്നെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ കാൽ കീഴിലാണ് അല്ലെ. മുസഖറാത്തുൻ ലിൽ അംരി മുസഖറാത്തുൻ ലിസ്സമാവാതി വൽ അർളി എന്നിട്ട് ഒരു വിഷയം പറയുന്നില്ല മഹാന്മാരാകുന്ന ആൾക്കാർ. ആകാശഭൂമികളൊക്കെ ഒരു മനുഷ്യന് കീഴ്പ്പെടുന്ന വളരെ രസകരമായൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യും? മനുഷ്യന്മാരെത്തും. ഇനി ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ നിങ്ങൾ പറയണേ, വമുന്ദു ഖലഖല്ലാഹുൽ ഇൻസാന, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതു മുതൽ വഹുവ യതജല്ല അലൈഹി ബിഹുബ്ബിഹി വഹനാനിഹി, അല്ലാഹു അവന്റെ പ്രണയം കൊണ്ടും അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ടും അവനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെളിവാകുന്നുണ്ട്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ച സമയം മുതൽ
അള്ളാഹു അവന്റെ പ്രണയം കൊണ്ടും കാരുണ്യം കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവനിലേക്ക് വെളിവാകുന്നുണ്ട്. എന്തിനു വേണ്ടി? ഒരു മക്കാമിന് ശേഷം മറ്റൊരു മക്കാമ്, അങ്ങനെ ഓരോ മക്കാമുകളും, പ്രണയത്തിന്റെ ഓരോ മക്കാമുകളും മുറിച്ചു കടക്കാൻ വേണ്ടി അള്ളാഹു താല എന്ത് ചെയ്യുന്നുണ്ട്? പടിപടിയായി അള്ളാഹു നിന്നിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെളിവാകുന്നുണ്ട്. നിനക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. فيتجلى له في مراحله العمرية بما يتفهمه في تلك المراحل. അതായത് ഓരോ വയസ്സിന്റെ ഓരോ സന്ദർഭങ്ങളിൽ, 1 വയസ്സ് 2 വയസ്സ് അല്ലെ, 3 വയസ്സ് 4 വയസ്സ്, ഓരോ പ്രായത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രൂപത്തിൽ ആരവിടെ വരുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. فيتجلى له في صغره في مظهر امه فيتجلى له في صغره. അവന്റെ ചെറിയ പ്രായത്തിൽ അല്ലാഹു അവനിൽ വെളിപ്പെടുന്നു. എങ്ങനെ? في مظهر امه, അവന്റെ ഉമ്മയിലൂടെ, അവന്റെ ഉമ്മയിലൂടെ. فيرضعه من لبنها. ആ പാലിൽ നിന്ന് ഉമ്മ അവനക്ക് എന്ത് ചെയ്യാണ്? ഉമ്മയുടെ മുലപ്പാല് ഒരു മകനിലേക്ക് നൽകുകയാണ്. സത്യത്തിൽ ആരാണ് അവിടെ വെളിവാകുന്നത്? അള്ളാഹുവാണ് അവന്റെ പ്രണയവുമായിട്ട് അവിടെ വെളിവാകുന്നത്. തന്റെ കൃഷ്ണമണി പോലെ ആ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ആ കുട്ടിയെ പരിപാലിക്കുന്നുണ്ട്. ആ സ്നേഹത്തിന്റെ കൃഷ്ണമണിയായി അവിടെ വരുന്നത് പേര് ഉമ്മയാണെങ്കിലും അതിന്റെ അസ്ല് ആരാണ്? അല്ലാഹുവാണ്. ചന്ദ്രന്റെ പ്രകാശമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ആ പ്രകാശം എവിടുന്ന് കിട്ടുന്നതാണ്? സൂര്യനിൽ നിന്നാണ്. ഉമ്മയാണ് സ്നേഹത്തോടെ നമ്മളെ തലോടുന്നത്, നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത്, നമ്മളെ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്, അല്ലേ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെ, പാലും കൊടുത്തു വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചില്ലേ, ഞാൻ എൻ്റെ ഉമ്മാക്ക വാപ്പാക്ക നബിയെ ഉത്തരം നൽകേണ്ടത്? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമ്മുക്ക നിന്റെ ഉമ്മാക്ക. പിന്നെയും പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മാക്ക. പിന്നെയും പറഞ്ഞു പിന്നെ ഉമ്മുക്ക നിന്റെ ഉമ്മാക്ക. പിന്നെ പറഞ്ഞു അബീക്ക നിന്റെ പിതാവിനാണ്. എന്ത് 4മതായി പിതാവിനെ പറയാൻ കാരണം എന്താണ്? ഉമ്മയേക്കാളും അല്ല വാപ്പയേക്കാളും ഉമ്മാക്കുള്ള ഒരു എക്സ്ട്രാ എന്താ ഉള്ളത്? അതാ അപ്പോഴാ പറഞ്ഞത് എന്ത്? ഗർഭം ചുമന്നത് 10 മാസം തള്ളയ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെ, പാലും കൊടുത്തു വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അല്ലേ? അതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും ഉമ്മ എന്ന് പറയുമ്പോൾ ഒരു പ്രധാന ഘടകമായി. നമുക്കൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ അള്ളാഹുവിന്റെ പ്രണയം നമ്മൾ മനസ്സിലാക്കണില്ല. ആ ഉമ്മാക്ക് ഗർഭം ചുമക്കാനുള്ള കഴിവ് അള്ളാഹു തആല കൊടുത്തു. 10 മാസം ചുമക്കാനുള്ള കഴിവ് കൊടുത്തു. സത്യത്തിൽ ആ ഒരു ഗർഭം ചുമക്കാനുള്ള സ്നേഹത്തിന്റെ വിത്ത് ഭാഗ്യതാര അള്ളയാണ്. അല്ലേ? പ്രസവിച്ച വേദന അത് തരണം ചെയ്യാൻ ഉമ്മാക്ക് കഴിയാണ്. അത് തരണം ചെയ്യാനുള്ള കൂവത്ത് ആര് കൊടുത്തതാ? അല്ലാഹു തആല. പാലും കൊടുത്തു വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. നമ്മളൊക്കെ എന്തെങ്കിലും കാഷ്ടിച്ചാലോ മൂത്രിച്ചാലോ വാപ്പാറെ ഡീ അതാ മൂത്രയിച്ചിക്കണം, ഡീ അതാ കാഷ്ടിച്ചിക്കണം. നമ്മളാ ഭാഗത്തു നിന്നാണ് പോകും. നമ്മളവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗത്തു നിന്നാണ് പോവുക ചെയ്യാം. അല്ലേ? അവിടെയും ഒരു കുഴപ്പമില്ലാതെ, അതിനൊരു മുഖം ചുളിക്കാതെ, ഒരു നീരസം പ്രകടിപ്പിക്കാതെ നമ്മളെ കാഷ്ടവും മൂത്രവും ഒരുപോലെ, അതിൽ അവർ യാതൊരു മടി എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് യാതൊരു അലോസരവും അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. പക്ഷേ സത്യത്തിൽ അവരെ അതിനെ പ്രേരിപ്പിച്ചതും ഒരു മനസ്സിൽ ഒരു വിമുഖതയും വരാതെ പോലെ ഹൃദയത്തിനെ കാത്തതാരാണ്? അല്ലാഹുവാണ്. അതാണ് ഫയതജല്ലാലഹു ഫീ സിഗരിഹി. അവന്റെ ചെറിയ പ്രായത്തിലെ അല്ലാഹു അവനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വെളിപ്പെട്ടിട്ടുണ്ട്. ആരുടെ രൂപത്തിൽ? ഫീ മദ്ഹരി ഉമ്മിഹി, അവന്റെ ഉമ്മയുടെ രൂപത്തിൽ. ഫയുർദിഉഹു മിൻ ലബനിഹാ വയുറബ്ബീഹി അലാ ഐനിഹാ യുഹീതുഹു ബിറിആയതിഹാ വസഹിരിഹാ. അവനക്ക് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലും അവനക്ക് വേണ്ടിയുള്ള ഉറക്കമൊഴിക്കലിലൊക്കെ അവന്റെ ഉമ്മയിലൂടെ ആര് വെളിപ്പെട്ടു? അല്ലാഹു തആല. അല്ലേ? നിൻ പ്രിയ മാതാവ് സുഖമായുറങ്ങുമ്പോൾ നോക്കി ചിരിച്ചവൻ ആരാ? അല്ലേ? മാരൊക്കെ സുഖമായിട്ട് കടന്നുറങ്ങുന്ന സമയത്ത്
ആ കുട്ടി ഇങ്ങനെ കളിക്കുകയാണ്. ആ കുട്ടിയെ കളിപ്പിക്കാൻ മലായിക്കത്തിനെ പറഞ്ഞയച്ചു പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു. ഖബറിൽ അവൻ അള്ളാഹുവിൻ്റെ അബ്ദായി കഴിഞ്ഞാൽ അവൻ്റെ സേവനത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചു അള്ളാഹുവിൻ്റെ മലായിക്കത്തിന്, ഖിദ്മത്തിന് വേണ്ടി മലായിക്കത്തിനെ പറഞ്ഞേക്കാം. ഖബറിന്റെ കഥ അവിടെ നിൽക്കണ്ടേ. സുമ്മ യതജല്ലാ ലഹു, പിന്നെ അല്ലാഹു തആല അവനിൽ വെളിപ്പെടുകയാണ്. ഫീ മർഹലത്തി ശബാബി, അവന്റെ യുവത്വത്തിന്റെ സന്ദർഭത്തിൽ. എങ്ങനെ? ഫീ സൂറത്തി മഹ്ബൂബിയത്തി, ഫീ സൂറത്തി മഹ്ബൂബത്തിഹി സുബിയത്തിൽ ഹസ്ന, സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപത്തിൽ യുവാവാകുന്ന സമയത്ത് അല്ലാഹു അവനെ വെളിപ്പെടുകയാണ്. അല്ലേ? എവിടെയോ നിൽക്കുന്ന പെണ്ണ്, അതുവരെ കാണാത്ത, അതുവരെ അറിയാത്ത ഒരു പെണ്ണ്. ആ പെണ്ണിനെ കാണുമ്പോൾ നമുക്ക് അനുരാഗം വരുന്നു, ആ പെണ്ണുമായി ശയിക്കാൻ തോന്നുന്നു, ആ പെണ്ണിനെ മഹബത്ത് കൈമാറുന്നു. സത്യത്തിൽ ആരാണ് ഇതിന്റെ പിന്നിൽ? പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു ഒരു ഭാര്യയുടെ രൂപത്തിലാണ് അവിടെ എന്ത് ചെയ്തത്? വെളിപ്പെടുന്നത്. ഒരാൾക്ക് 40 വയസ്സ് അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ 40 വയസ്സാകലോടുകൂടെ ഹഖീഖത്തിന്റെ ഒരു പ്രണയം അവന്റെ ഹൃദയത്തിൽ എന്ത് ചെയ്യാണ്? സ്ഥാനം പിടിക്കുക. കാരണം ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞു, ഓരോ ഘട്ടങ്ങൾ ഇങ്ങനെ കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ അല്ലാഹുവാണ് എന്നുള്ള പരമസത്യം അതൊരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരികയാണ്. അതോടുകൂടെ ആ മറകളങ്ങ് നീങ്ങുകയാണ്. 40 വയസ്സാകലോടുകൂടി അവന്റെ മറകളങ്ങ് നീക്കാണ്. ഒരു മറകൾക്ക് ശേഷം ഒരു മറയുണ്ട്, അങ്ങനെ മറകളില്ലേ? ആ മറകളൊക്കെ എന്ത് ചെയ്യാണ്? അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങി പോവുകയാണ്. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ തജല്ലി അവന്റെ ഹൃദയത്തിൽ കത്തുന്ന ഒരു സന്ദർഭമാണ്. അവന്റെ ഏറ്റവും മഹത്വമേറിയ അള്ളാഹുവിന്റെ തജല്ലി അത് പ്രകടമാകുന്ന സന്ദർഭമാണ് എപ്പോ? 40 വയസ്സാകുന്നു. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്ക് നുബുവത്ത് കൊടുത്തത്? പ്രവാചകന്മാരാകുന്ന ആൾക്കാർക്ക് നുബുവത്ത് കൊടുത്തത്. കാരണം എന്താണ്? അപ്പൊ അതിന്റെ പരകോടിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരവസ്ഥ 40 വയസ്സായ ഒരാൾക്ക് എന്ത് ചെയ്യണം? ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വഇൻ കാനത് ബിദായതുഹു ഫിദ് ദുനിയ, ആ പ്രണയത്തിന്റെ തുടക്കം അത് ദുനിയാവിലാണെങ്കിലും എങ്കിലും അന്നഹു ഫിൽ ആഖിറതി അഅ്ലമു വ അസ്ബതു വ അഹ്കമു, അത് ഇവിടെ അല്ല. ആ പ്രണയത്തിന്റെ ഏറ്റവും തീജ്വാല അത് വെളിപ്പെടുന്നത് ഇവിടെ അല്ല. അത് സുബൂത്താകുന്നതും അത് പ്രകടമാകുന്നതും അതിന്റെ മഹത്വം ഒരു മനുഷ്യൻ കാണുന്നത് എപ്പോഴാണ്? നാളെ ആഖിറമാകുന്ന ലോകത്ത് വെച്ചിട്ടാണ്. ഫഹുവ തജല്ലി സാബിതും ഫിൻ നശ്അതൈൻ, അങ്ങനത്തെ ആളുകൾ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ തജല്ലി അങ്ങോട്ട് പൂർണ്ണമായി സ്ഥാനം പിടിക്കാൻ. ദുനിയാവിലും സ്ഥാനം പിടിക്കും, ആഖിറത്തിലും എന്തുണ്ടാവും? ആ പ്രണയം ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, ഫഹൽ മിൻ മുബായിൻ, ബൈഅത്ത് ചെയ്യുന്നവരുണ്ടോ? ഫഹൽ മിൻ മുബായിൻ, ബൈഅത്ത് ചെയ്യുന്നവരുണ്ടോ? ഏതാണ് ഈ ബൈഅത്ത്? ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ് യദുല്ലാഹി ഫൗക അയ്ദീഹിം. ഒരു മുരീദ് തന്റെ ഷെയ്ഖിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യുമ്പോ ഏത് ബൈഅത്താണ് അവിടെ നടക്കുന്നത്? അള്ളാഹുവിന്റെ പ്രണയത്തിന്റെ ആ ഒരു നൂറിലെ അതിങ്ങനെ കൈമാറ്റം ചെയ്തിട്ടുള്ള ആ വഴിമയെ നമ്മൾ വിളിക്കണത്. ഇപ്പൊ ഞാന് ഇജാസത്ത് തരുമ്പോ അജസ്തു ലക കമാ അജാദനി ശൈഖ് സ്വലാഹുദ്ദീൻ അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു വഹുവ അൻ ശൈഖിഹി അൽ കുതുബുൽ മക്തൂം വൽ ബർസഖിൽ മുഹമ്മദുൽ മഅലൂം മൗലാന അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് അത്തിജാനി റളിയല്ലാഹു വഹുവ അൻ ശൈഖിഹി സയ്യിദുൽ വുജൂദ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ലതൻ ലാ മനാമൻ എന്ന് പറഞ്ഞ് ആ ബൈഅത്ത് അങ്ങ് പൂർത്തിയാക്കുമ്പോൾ അത് ആരിലേക്കാണ് എത്തുന്നത്? എല്ലാ പ്രണയത്തിന്റെയും അക്ഷയ ഖനിയാകുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് എന്ത് ചെയ്യണത്? ഇതെത്തുന്നത്. മനസ്സിലാണോ? അവിടുന്ന് ജിബ്രീൽ വഴി നേരെ അള്ളാഹുവിലേക്കാണ് ആ പ്രണയം എന്ത് ചെയ്യണത്. അതാണ് ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ് യദുല്ലാഹി ഫൗക അയ്ദീഹിം. നീ ഏത് ശൈഖിനെ ബൈഅത്ത് ചെയ്താലും അതിന്റെ മുകളിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ കൈയുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ആ അള്ളാഹുവിന്റെ ഉന്മാദം ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനും ആ ലഹരിയിലായി ജീവിച്ചു മരിക്കാനും
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.